എന്തൊരു നാറ്റം! എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവന്മാർ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. എടാ, ഇവർ നമ്മുടെ കമ്പനിക്കെതിരായിട്ടല്ലേ സമരം ചെയ്തത്? വേർപാടാ നമ്മുടെ. ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കാം. നമസ്കാരം. നിങ്ങളുടെ സമരം വിജയിക്കാൻ ആശംസകൾ. അകത്ത് പോയിരിക്കാം. ഇവിടെ അവർക്കുള്ള വശപ്പെട്ട് നമ്മൾ കൈവച്ചാലോ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഈ മുതലാളിമാർ നമ്മുടെ രക്തം ഊറ്റിയെടുത്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. എനിക്കൊന്നേ ചോദിക്കുവാനുള്ളൂ. ഞാൻ ഇവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു. മെഡിക്കൽ, എഡ്യൂക്കേഷൻ അലവൻസ്, ഗ്രാറ്റുവിറ്റി, ബോണസ്, ക്വാർട്ടേഴ്സ് ഇതെല്ലാം കൊടുത്തിട്ട് സമരം ചെയ്യുന്നു. യുവന്മാരെന്താ ഇവിടെ? എന്നെ നാണം കെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടും കൂടെ. ഡാഡിന്റെ ഈ വിപ്ലവകാരി പുത്രനെ കൊണ്ട് ഞാൻ തോറ്റു. വെക്കടാ ഫോൺ. ഓക്കെ സാർ, ഇത് ഇവരുടെ ബുദ്ധിയാണെന്ന് തോന്നുന്നില്ല. വേറെ ഏതോ കമ്പനി ചെയ്യിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ദിനേഷ്, നീ എന്റെ കമ്പനി ചീഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണോ കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ എന്നോട് പറയുന്നത്? ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചേ മതിയാകൂ. ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചേ മതിയാകൂ. ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചേ മതിയാകൂ. ഇല്ല, ഞങ്ങൾ പിന്മാറില്ല. ഇല്ല, ഞങ്ങൾ ദാമു, ഞാനൊന്ന് പോയിട്ട് വാ. സഞ്ചിക്കാതെ തന്നെ വെക്കടാ. ആരെങ്കിലും കാണും. വിവരമില്ലാത്തവൻ. എടാ ഭയങ്കര. സാറേ, നിങ്ങൾ അവിടേക്ക് വന്ന് രണ്ട് വാക്ക് പറ സാറേ. സാറേ, എന്നിട്ട് വന്നേ. ചരിത്രം മാറ്റി എഴുതുവാൻ വേണ്ടി സമരം ചെയ്തേ മതിയാവും. നിങ്ങൾ ഈ നിരാഹാര സത്യാഗ്രഹം തുടർന്നു വന്നാൽ നിങ്ങളുടെ അവകാശങ്ങൾ തീർച്ചയായും ലഭിക്കും. തനിയെ ഒന്നും വരാൻ പോകുന്നില്ല. ഫോൺ ചെയ്താലേ കൊതിയായിട്ട് വയ്യ. ഇനി നോക്കിക്കോ, നിരാഹാരം എവിടെ വരെ എത്തുന്നു. പ്ലീസ് കം. താങ്ക് യു. 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ. 1200 രൂപ ബാലൻസ് ടിപ്പായിട്ട് വെച്ചോ. ഏയ്, സ്പൈസി ലെഗ്. വാണ്ട് 1 കടി? നോ, വേണ്ടേ? ഓക്കെ ഓക്കെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരാളെങ്കിലും പട്ടിണി കിടന്ന ഈ ലോകത്തെ നശിപ്പിക്കണമെന്ന്? അങ്ങനെ ആരാടാ പറഞ്ഞത്? നിന്റെ അപ്പൂപ്പൻ ആശ്വാസമായി. അതുകൊണ്ടാണ് വയറിന് നല്ല സുഖമില്ല. ലീഡറെ, കക്കൂസിലല്ലേ പോയിന്ന് പറഞ്ഞു. പിന്നെന്താ ഒരു ബിരിയാണി വാസന? ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്. അതാ. അല്ലല്ലോ, സ്മെൽ എന്താ സ്ഥലം മാറി വായിന്ന് വരുന്ന? കക്കൂസിലേക്കല്ലേ പോയത്? എന്ത്? ഞാൻ ഛർദിച്ചു, അതുകൊണ്ടാ. ഞങ്ങൾക്ക് പോണം ബാത്റൂമിൽ. എന്തായാലും എല്ലാവരോടും ഒന്നിച്ച് അങ്ങനെ ബാത്റൂമിൽ പോകുന്നു. ആദ്യം നിങ്ങൾക്ക് വന്നു, നിങ്ങൾ പോയിട്ട് വന്നു. ഞങ്ങൾക്ക് പോണോന്നേ. ഇതാരെ ഇവിടെ കൊണ്ടുവന്നേ? ചിരിക്കാതെ ഇങ്ങനെ അടിച്ചാൽ ചത്തുപോകില്ലേ? അയക്ക് ഡയബറ്റീസ് ഉള്ള മനുഷ്യനാ. ചത്തുപോയ സമാധാനം പറയേണ്ടി വരും. നിരാഹാരത്തിന്റെ ഗതി കണ്ടോ? ഈ ചിക്കന്റെ കാൽ എന്റെ കയ്യിലുള്ളേ. സമരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാ. ഒന്ന് നിർത്തണം നിന്റെ ഒരു ലെക്ചർ. പണ്ഡിറ്റ് സാറ് എന്നോടൊരു കാര്യം പറയാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടിച്ചുകൊണ്ടുപോയ വർക്കേഴ്സിനെ വിടാൻ പറഞ്ഞു. അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണ്ട പ്ലീസ്. ഓക്കെ സാർ. ശരി സാർ. എല്ലാരും ഇറക്കി വിട. റിലീസ് ചെയ്യാൻ ഓർഡർ വന്നു. വാ ഇറങ്ങ്. ഞാൻ മുമ്പേ ഒരു ജോലി ഏൽപ്പിച്ചില്ലായിരുന്നു. എന്ത് ചെയ്യാൻ? ഇവൻ പറഞ്ഞ് കേട്ടിട്ട് ഇവന്റെ കൂടെ വന്നതാ. നമുക്ക് ഇത് തന്നെ പറഞ്ഞു. വല്ല ആവശ്യമുണ്ടോ? നീയൊക്കെ വല്ല പണിയും പോയി നോക്കാം. ഇങ്ങോട്ട് വന്നേക്കരുത്. സാർ എവിടെ ഉള്ളത്? എനിക്കൊന്ന് കാണണമായിരുന്നു. പ്രൊഡക്ഷൻ 2 മാസം നിർത്തി വെക്കുന്നല്ല എന്നോട് പറഞ്ഞത്. എന്താടാ ആ കാര്യം നീ മറന്നുപോയോ? കാശ് വാങ്ങിയിട്ട് തോന്നിയ ദിവസം കാണിക്കേ. സാറേ, മാനേജിംഗ് ഡയറക്ടർ മക്കൾ വന്ന് ആകെ പടയെല്ലാം കുളവാക്കി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം സാറേ. ഇത് ചതിയാണ്. എനർജി ആൻഡ് ഫോർമുല എനിക്ക് തന്നെ വേണം. അതിനാണ് ഞാൻ പണം തന്നത്. എനിക്ക് കുറച്ച് സമയം ഉണ്ടായി. ആ ഫോർമുല ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുതരാം. നീ എവിടെയൊക്കെ അടനെ വാങ്ങിച്ചോണ്ട് പോകുന്നത്? ഇതെന്തുവാടാ? ചത്ത മൃഗങ്ങളുടെ മ്യൂസിയമാ? ഒരു ചീഞ്ഞ നാറ്റല്ലേ? ഇരിക്കടാ. അടുത്തത് ഐറ്റം നമ്പർ 34. കന്നഡ സുന്ദരി സരോജാദേവിയുടെ തിരുപ്പനാണിത്. 3100, 3200, 5000. 5000 ഒരു തരം, 5000 രണ്ട് തരം. അവിടെ 6000.
ഇതെന്തിനാണ് നിനക്ക്? നിനക്കെന്തിനാണ് ലേഡീസ് ഐറ്റം? 10,000 10,000 ഉറപ്പിച്ചിരിക്കുന്നു. കേളവം വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അടുത്തത് ഐറ്റം നമ്പർ 35. സുബ്രഹ്മണ്യ ഭാരതിയുടെ അപൂർവമായ കാർട്ടൂണാണിത്. അടിമത്വത്തിനെതിരായി അദ്ദേഹം വരച്ച മനോഹരമായ കാർട്ടൂണാണിത്. ഇതിന്റെ അടിസ്ഥാന വില 20,000 രൂപയാണ്. 20,500, 21,000, 21,500, 22,000, 23, 27,500, 28,000, 28,000 ഒരു തരം. ഇനി കൂട്ടി വിളിക്കാനാണല്ലേ? 28,000 രണ്ടു തരം. ഉറപ്പിക്കാൻ പോകുന്നു. എന്തു പറ്റി? 29,000. വേറെ ആരും ചോദിച്ചിട്ടില്ല, നമുക്കാടാ അത്. നീ എന്തിനാ വെറുതെ റേറ്റ് കൂട്ടുന്നത്? വേണമെങ്കിൽ നീ കയറ്റി പിടിച്ചോ, അത് നിനക്കുള്ളതല്ല. അത് ആരുടെ കാർട്ടൂണാന്ന് അറിയോ നിനക്ക്? ഓ യാ, അരകുപ്പിയകത്ത് ചെന്നാൽ അരക്കിറുക്കൽ. അത് മമ്മൂട്ടിയുടെ പാട്ടാടാ. ഓ റിയലി? 29,000, 30,000, 31,000, 32,000, 33,000, 34,000. എടാ എന്റെ കയ്യിൽ 34,000 ഉള്ളൂ. എനിക്ക് വിട്ടേക്കടാ അത്. ഒരു മത്സരമാകുമ്പോ അതിൽ വിട്ടുവീഴ്ചക്ക് സ്ഥാനമില്ല. എടാ 35,000 ഒരു തരം, രണ്ടു തരം ഉറപ്പിച്ചിരിക്കുന്നു. പൈസ തരും സാർ. അതെന്റെ വാലറ്റാടാ. നിക്കടാ, ഇതില് 34,000 ഉണ്ട്. എടാ ദുഷ്ട. ഓക്കെ, ബാക്കിയുള്ള 1,000 എന്നാ പിടിച്ചോ. താങ്ക് യു സാർ. നിങ്ങളിവിടെ എന്നും വരാറുണ്ടോ? യാ, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഐറ്റംസ് ഉണ്ടെങ്കിൽ വരാറുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. എന്റെയോ? അങ്ങനെയൊന്നുമില്ല. എനിവേസ്, വരുന്ന ബർത്ത്ഡേക്ക് വേണ്ടി എന്റെ ഒരു സ്മോൾ ഗിഫ്റ്റ്. എന്റെ കാശിലാ വാങ്ങിയത്. പോടാ പിശുക്ക. ഇഷ്ടമായെന്ന് നോക്ക്. ഇത് എനിക്ക് വേണ്ടിയാ? എനിക്കിത് നഷ്ടപ്പെട്ടെന്നാ വിചാരിച്ചു. അങ്ങനെ പിടിച്ച് ഞെക്കല്ലേ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ആ പടത്തിലുള്ള ആൾക്ക് ശ്വാസം മുട്ടില്ലേ? ഹായ്. ബൈ. മമ്മി ഞാൻ പറഞ്ഞില്ലേ, ഇതേത് ആ പെണ്ണ അഞ്ജലി. ഗുഡ് മോർണിംഗ് അഞ്ജലി മാഡം. ഓ ഹലോ സർ. അത് പിന്നെ ഞാൻ എന്റെ മനസ്സിലുള്ളതെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. പ്ലീസ്, ഇത് ഞാൻ പൂജിച്ചിട്ടാ തരുന്നത്. റെസ്പെക്റ്റഡ് അഞ്ജലി മാഡം, നിങ്ങളെ ആദ്യം കണ്ടത് മുതൽ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു എന്റെ ജീവിതസഖി നിങ്ങൾ തന്നെ ആയിരിക്കുമെന്ന്. എന്റെ ജാതകമായി പൊരുത്തമുണ്ടോ നോക്കാൻ നിങ്ങൾ തന്ന ബയോഡേറ്റ എനിക്ക് ഒരുപാട് ഉപകാരമായി. മാത്രമല്ല, എന്റെ അമ്മയ്ക്ക് ഈ ബന്ധം വളരെ ഇഷ്ടമാണ്. എന്റെ അമ്മ കെമിസ്ട്രി ടീച്ചറാണ്. 24 മണിക്കൂർ നിന്റെ പേര് തന്നെ ഇവൻ പറയാറ്. എപ്പ നോക്കിയാലും നിന്റെ ഫോട്ടോയും പിടിച്ച നടപ്പ്. എന്റെ സ്നേഹം ഞാൻ ബോധ്യപ്പെടുത്തുവാനായി എന്റെ ജീവൻ വരെ കളയുവാൻ ഞാൻ തയ്യാറാണ്. സത്യം. എന്താ ഇതൊക്കെ? വാട്ട് ഈസ് ദിസ്? ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് പിടിവാശിയിലായിരുന്നു മോളെ. ഇപ്പൊ അവന് ആഗ്രഹം തോന്നി ചോദിക്കുക. നോക്ക് ആന്റി, ഞാൻ മാർക്കറ്റിൽ വിൽക്കുന്ന ബൊമ്മയൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി. സർ, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു പ്രൊഫഷണലി. പ്ലീസ്, ഒരു പെണ്ണ് അടുത്തിടപഴകിയ ഉടനെ പ്രേമലേഖനമൊക്കെ എഴുതുന്ന കാലം കഴിഞ്ഞുപോയി. നിങ്ങളിത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പോയാൽ എനിക്കിത് സഹിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് അഞ്ജലി. അഞ്ജലി പോകരുത്. അഞ്ജലി പ്ലീസ്. അഞ്ജലി ദേഹം കാണിക്കുന്ന ഡ്രസ്സ് ഇട്ട് പാവങ്ങളെ മലയിലാക്കുക. അവന്മാരുടെ കൂടെ കറങ്ങി നടന്ന് ഹോട്ടലിൽ കയറി മൂക്കറ്റം തിന്ന് കുടിച്ച് ഡ്രസ്സും സ്വർണവും വാങ്ങിച്ച് അവന്മാരെ മുടിപ്പിക്കില്ല തൊഴില്. നല്ലോണം അവനെ പിഴിഞ്ഞ് തട്ടി എറിഞ്ഞ് അവസാനം അടുത്തവനെ അന്വേഷിക്കുക. നിന്നെയൊക്കെ വെറുതെ വിടാൻ പാടില്ല. നിന്നെ പോലത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ. ഇല്ല മാഡം, ഞാൻ അവനെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. ആണോ? എന്നാ പിന്നെ ഈ ലെറ്ററിൽ എന്തോന്നാ എഴുതിയിരിക്കുന്നത്? പറയടി. അവന്റെ പ്രേമം സ്ഥിരീകരിക്കാൻ മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് എഴുതി വെച്ചിട്ട് അവൻ മരിച്ചിരിക്കുന്നത്. PhD അവൻ പഠിച്ചിരിക്കുന്നത്. ഇത് നോക്ക്, തുടക്കത്തിൽ തന്നെ കണ്ടില്ലേ, ചന്ദനൊക്കെ തേച്ച് റെസ്പെക്ടോടെ മേഡെന്നാ എഴുതിയിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ലവ് ലെറ്ററെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവനെ കല്യാണം കഴിക്കാതിരിക്കാൻ എടാ, ആരാടാ മിസ്സസ് എന്ന് പറയുന്നേ? ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് നിന്നോട് ആരാടാ പറഞ്ഞിരിക്കുന്നത്? ചേച്ചി, അവൻ എങ്ങനെ ഇവളെ പ്രേമിക്കാനാ? ഞങ്ങളല്ലേ ഇപ്പൊ ഇവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളോ? എന്തോന്നാടാ ഈ പറയുന്നത്? ആരാടാ നിങ്ങള്? തോളില് കൈയിട്ടുണ്ട് നിൽക്കുന്നു. തനിച്ചെനിച്ച് മാറിയിക്കടാ. മാറി നിൽക്കടാ. ഞാൻ എന്താ ഈ കാണുന്നേ? ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങളാണോ ആ ഒട്ടിച്ചേർന്ന മനുഷ്യര്? അത് തന്നെ ചേച്ചി. അതിരിക്കട്ടെ, നിങ്ങൾ രണ്ടാളോ ഒന്നിച്ചു ചേർന്ന് ഇവളെങ്ങനെ? ഞാനല്ലത്, ഇവനാണ് താരം. അല്ല പെണ്ണെ, നീ ഈ ചെറുക്കനെ ലവ് ചെയ്യുന്നുണ്ടോ? കേട്ടില്ലേ? ഞങ്ങൾ എങ്ങ് വിട്ടേക്ക്. എന്തോ നാടിയത്? ഡിസ്കൗണ്ട് സെയിലാണോ കണ്ടുപിടിച്ചേ? ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്ന പോലെ. കൊള്ളാലോടി. പ്രേമിക്കുന്ന കാര്യമൊക്കെ ഇരിക്കട്ടെ, ഇവന്മാരെ നീ കല്യാണം കഴിക്കാൻ വല്ല പ്ലാനുണ്ടോ? അല്ലടാ, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാടാ ഒരു പെണ്ണിന് താലി കെട്ടുന്നത്? എടാ,
ഈ ഒരുമിച്ച് ചേർന്ന് നടക്കാൻ ബുദ്ധിമുട്ടൊന്നും ചേച്ചി ടെൻഷൻ അടിക്കണ്ട. വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. ഓക്കെ അല്ലേ? ഇതെനിക്കൊരു വല്ലാത്ത തലവേദനയായല്ലോ. ചേച്ചിയല്ലേ? ചേച്ചി ഞങ്ങൾ പോയിക്കോട്ടെ എന്നാ. താങ്ക്സ് ചേച്ചി. ചേച്ചിയോടെ കണക്ക് കൂട്ടി കളിച്ചു. അതൊക്കെ ഞങ്ങൾ ചേച്ചി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇതേ ഡൗട്ട് തന്നെ. എന്റെ ദൈവമേ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളന്നേ. ഹലോ ഹലോ സാർ, R&D ലാബിൽ തീ പിടിച്ചിരിക്കുകയാണ്. അറിയില്ല. നമ്മുടെ സ്റ്റാഫ് എല്ലാവരും സേഫാണ്. ഫയർഫോഴ്സ് തീ അണയ്ക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. എങ്ങോട്ടാ പോകുന്നേ? ഫയർ ആക്സിഡന്റ് നമ്മുടെ R&D ലാബിൽ. എന്താ? ഞാൻ പോരാ. സാർ, ഇത് ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. എനിക്കെന്തോ സംശയം തോന്നുക. 2 ദിവസത്തിനകത്ത് സാറിന് ഞാൻ വിവരം നൽകാം. വാട്ട് ഈസ് ഹാപ്പനിങ് ദിനേഷ്? സെക്യൂരിറ്റിക്ക് എന്ത് വീഴ്ചയുണ്ടായത്? നഷ്ടം എത്രയാണെന്നറിയോ? പണ്ഡിറ്റ് സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. കമ്പനിക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ മറ്റു രീതിയിൽ ചിന്തിച്ചാൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ല. വേണ്ടതുപോലെ സാറ് സഹായിക്കണം. ആക്സിഡന്റ് ആണെന്ന് ഞാൻ റിപ്പോർട്ട് വരാം. ഇൻസ്പെക്ടർ, ബിൽഡിംഗ് ഡാമേജ് റിപ്പോർട്ട്സ് എപ്പോൾ കിട്ടും? എന്താ ഇത് കൂവാ പോവാന്ന്? റഷ്യൻ FM പോലെ മലയാളത്തിൽ സബ്ടൈറ്റിൽ ഇട്. വോൾഗയ്ക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്വപ്നങ്ങളാണോ അതോ വേറെ വേറെയാണോ എന്ന്. എന്തൊക്കെ ചോദ്യങ്ങളാണ്. ഞങ്ങൾക്ക് ഹാർട്ട് മാത്രമാണ് കോമൺ. ബാക്കിയെല്ലാം ക്ലിങ് ക്ലാങ്ങും വേറെ വേറെയാ. വോൾഗ, ഡോണ്ട് വറി. നന്നാവൂല. ആകെ ചാണകത്തിന്റെ മണം. ഏതെങ്കിലും ബീച്ച് റിസോർട്ട് പോയാൽ പോരായിരുന്നു. പക്ഷെ വോൾഗയ്ക്ക് നിങ്ങളെ രണ്ടുപേരും ഇവിടെ തന്നെ ഇന്റർവ്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഹാപ്പി വിത്ത് ദ നാറ്റം? Come. Let's go. Okay. I'll take one picture here. Okay. അഞ്ജലി, ഇവിടുന്നാണ് പാല് എനർജി ഓൺ ഫാക്ടറിയിലേക്ക്. I want to take a picture here. Oh yeah. Can you just stand there? Okay. Smile. Cheese. ഇവരെയാ കാലിത്തീറ്റ മിക്സ് ചെയ്യുന്നല്ലേ? അതേടാ. Is your father good at baby designing? Yeah. Hey. Ready. ഇവിടെ ഒരു 7000 പശുക്കൾ കാണും. I just want to take one more ഈ picture. പശുക്കളുടെ കൂടെയോ? Yeah. ചാണകം കാണാതെ എടുക്കണേ. Has your father gone to Gujarat? Yeah, Gujarat. Where in Gujarat he's planning energy on factory? Hey, come on. എന്തുവാ questions again? ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നോട്ട് അച്ഛനെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ എന്താ? Okay, you know what? Just go and join them. I'll take a picture. Yeah, Okay, let's go. get one. Come. Smile. Cheese. Yeah, are we done? ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞോ? എന്താ ചേട്ടാ, സുഖമാണോ? എനിക്ക് സുഖം തന്നെ. സാറിന് സുഖമല്ല? I just want to go to the toilet. Volga, you need to go behind that building. Some alarm. Hey, what happened? എന്താ പാന്റ് നനഞ്ഞിരിക്കുന്നത്? ഞാൻ ഡീസന്റ് അല്ലാന്ന് പറഞ്ഞിട്ട് അർജന്റ് ആയിട്ട് വന്ന് കാണും. അപ്പൊ നനഞ്ഞതായിരിക്കും. നീ വെറുതെ. Oh, I just slept in the toilet. ഓ, എന്റെ ചേട്ടാ, പാൽ ട്യൂബിനൊക്കെ അടിക്കുന്നുണ്ട്. ഒരു പെണ്ണ് ബാത്റൂമിൽ വീണ അലാർ അടിക്കുന്ന പോലെ വെക്കത്തെന്താ? നൈസ് തിങ് യാ. മതിയടാ. Too strong. ഇതടിച്ചങ്ങ് പോയാലുണ്ടല്ലോ, പെണ്ണുങ്ങൾ നിന്റെ പുറകെ ജാഥയായിട്ട് വരും. Come on, let's hurry up.
എന്ത് കോലാടാ ഇത്? ഇതിനെന്താ നമ്മൾ എന്തിനാ പോകുന്നത്? എവിടാ പോകുന്നത്? കൊച്ചു പിള്ളേരെ പോലെ സ്കൂൾ യൂണിഫോം ഇട്ടോണ്ട് തിയേറ്ററിൽ പോകുന്നത് പോരടാ. ഊരാനല്ലേ നിന്നോട് പറഞ്ഞത്? എന്റെ മുടി വൃത്തികേടാക്കല്ലേ? എന്തിനാടാ കഴുത്തിൽ അത് സ്റ്റൈല്. ഇനി 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ പറയുന്നതായിരിക്കും നീ കേൾക്കുന്നത്. ഓക്കെ, യു ആർ സച്ച് ആൻ ആസ്ഡാ. ഒരു പൊട്ടപ്പടം, നേതാക്കളൊക്കെ ചാമ്പ് ഇടുന്ന പോലെ ഒരു പാട്ടും. സൂപ്പർ പടോടാ. യൂത്തിന്റെ പൊളിറ്റിക്സിനെ പറ്റിയാ. ഒരു സൂപ്പർ പീസിനെ കൊണ്ടിരുത്തിയിട്ട് നീ എന്താടാ ഇത്? എടാ, എന്താണ് നീ ചെയ്യുന്നത്? മണ്ട, രാത്രി മുഴുവൻ ട്രെയിനിങ് തന്ന ഇതിനാണോ? ഓക്കെ 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 ഓക്കെ. റിഹേഴ്സലിനാടാ എന്റെ തോളത്തേക്ക് ചായം പറഞ്ഞത്. ഇപ്പൊ നീ അവളുടെ തോളത്തേക്ക് ചായി. യാ, ഓ, കൈയെടുത്തങ്ങോട്ട് വെക്കേ. കൊതുക് കൊതുക്. അയ്യോ, 60 വയസ്സായ കിളവന്റെ പോലെ എന്താടാ കൈ വിറയ്ക്കുന്നത്? ചെറുതായിട്ട് കൈയൊന്ന് തലോടി നോക്ക്. ഇത് എന്റെ കൈ അടപ്പൊട്ട. ഇവനെ കൊണ്ട് നീ എന്താ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്ക? സോഫ്റ്റ് ആയിട്ട് പൂവില് തലോടുന്ന പോലെ ഫീൽ ചെയ്യടാ. അങ്ങനെ അങ്ങനെ തന്നെ. നെക്സ്റ്റ് പൊറോട്ട വെച്ച് കഴിഞ്ഞാ എന്നാ അടുത്ത ബീഫ് കറി ഒഴിക്ക്. എന്താടാ മണ്ണുണ്ണി, കുറച്ചെങ്കിലും റൊമാൻറ്റിക് ആവാനുള്ള സമയമില്ലടാ ഇത്. കിസ് ചെയ്യടാ. ഇവിടെയോ? ടിക്കറ്റ് കയറുന്നില്ലേ? അവനെ പോടാ, കിസ് കൊടുക്ക്. കിസ് ഹർ മാൻ. ഈ ഒരുക്കത്തിനൊരു കുറവുമില്ല. സോറി സോറി. വോൾഗ എല്ലാ എവിഡൻസും വെച്ചിട്ടുണ്ടെന്ന് അച്ഛനോട് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇന്ന് വോൾഗ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ചിരിക്കുന്നു. അതെങ്ങനെയാച്ചാ? അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ? ന്യൂസ് പറയുന്നില്ലേ? മദ്യപിച്ച് ലെക്കില്ലാതെ വീണിച്ച. അല്ല, അത് സത്യമല്ല. ഫ്രൈഡേ അവൾ കുടിക്കാറില്ല. ഇന്നലെ അവൾ കുടിച്ചിട്ടില്ല. എനിക്ക് കൺഫേംഡ് ആയിട്ട് അറിയാം. നിങ്ങളാണ് സാറേ കാപ്പി. നിങ്ങളാണ് അവളെ എന്താ ചെയ്തത്? നിന്റെ ഒന്നും ബോധം ഇതുവരെ തെളിഞ്ഞില്ലേ? എന്താ ഇവനീ പറയുന്നേ? ഷീ വാണ്ട് മീ. നിങ്ങൾ ചെയ്യുന്ന അക്രമങ്ങളെല്ലാം ആരെങ്കിലും എതിർക്കാൻ വന്നാൽ നിങ്ങൾ അവരെ വേരോടെ ഇല്ലാതാക്കുമെന്ന്. You murdered Volga. Hey Vimal, you shut up. Are you mad? മിണ്ടാതിരിടാ. നീ മൂക്കറ്റ മതി വെച്ചതുകൊണ്ടാ ഇന്നലെ അവളോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഓ റിയലി? ഏതോ ഒരു വെള്ളക്കാരിക്ക് വേണ്ടി എന്നെ സംശയിക്കുകയാണല്ലേ? ഞാൻ സംശയിക്കില്ല, തീർച്ചയായും പറയാണ്. നിങ്ങളാ ആദ്യം രഘു, ഇപ്പൊ വോൾഗ, നാളെ ആരാ? നീ തന്നെയാടാ. ഞാൻ തന്നെ നിന്നെ കൊല്ലും. അച്ഛനെ പറ്റി അനാവശ്യം പറയാ. ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ലടാ. സെൽഫിഷ്. നിന്റെ സുഖത്തിനെ പറ്റി മാത്രമേ നിനക്ക് ചിന്തയുള്ളൂ. നിന്നെ ബാധിച്ച മാത്രമേ നീ ചോദിക്കൂ. നിനക്ക് ജീവിതം എൻജോയ് ചെയ്യണം. അതിനുള്ള കാശ് എങ്ങനെ വരുമെന്ന് നിനക്ക് അറിയേണ്ട ആവശ്യമില്ല. യു ആർ ബ്ലഡി പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് കൺസ്യൂമറിസം. ഏയ് ജോക്കർ, സ്റ്റോപ്പ്. എന്താടാ പാവങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചാ നീ വല്ല ചെകുവരാവുന്നാണ് വിചാരം? നീ ഇട്ടിരിക്കുന്ന ഷർട്ട്, പാന്റ്, ബെൽറ്റ്, അകത്തിട്ടിട്ടില്ലേ അണ്ടർവെയർ, ഇതൊക്കെ ആര് സംഭവിച്ച കാശാ? ഏതോ ബംഗാൾ വെള്ളപ്പൊക്കം, ഗുജറാത്തിൽ ഭൂകമ്പം, സുനാമി, യൂണിസെഫ് എൻജിഒക്കെല്ലാം നീ വലിച്ചു വാരി കൊടുക്കുന്നില്ലേ? ഇതൊക്കെ ആരുടെ കാശാന്നാ? നീ ലോറി ഓടിച്ച് സമ്പാദിച്ചതാ? നിന്നെ പറഞ്ഞ മനസ്സിലാവില്ലടാ. മക്കളെ എന്താ ഇത്? എന്തോ കാണിക്കുന്നേ? ഐ സേ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. മക്കളെ നിർത്താൻ. ലിസൺ ടു മീ. അഖി, ഞാൻ പറയുന്നത് കേൾക്ക്. അഖി, കം ഓൺ ഐ സേ. അഖി. അയ്യോ, വിടാ. എന്താ ഈ കാണിക്കുന്നേ? തമ്മിലടിക്കുന്നോ? വിടാ. വിടാ. അടി കൂടുതൽ കണ്ടിട്ട് നോക്കിയിരിക്കണോ? പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്താ നിനക്ക് പറ്റിയത്? അമ്മേ, അച്ഛനെ പറ്റി ഇവൻ അനാവശ്യം പറയുന്നു. അച്ഛൻ 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 പറഞ്ഞ് പുകഴ്ത്തുന്നില്ലേ? അച്ഛന്റെ തല നിറയെന്ന് അറിയാൻ നിനക്ക്? രണ്ട് കുഞ്ഞുങ്ങൾക്കും കൂടി ഒരു ഹാർട്ടാണുള്ളത്. ഇങ്ങനെയുള്ള ഇരട്ടക്കുട്ടികൾ ജീവിച്ചതായിട്ട് മെഡിക്കൽ ഹിസ്റ്ററിയിലേ ഇല്ല. ഹാർട്ടുള്ള കുഞ്ഞിന് മാത്രം രക്ഷപ്പെടുത്തിയിട്ട് മറ്റേ മാംസപിണ്ഡത്തെ വേർപെടുത്തിയേക്കാം. ഞാൻ അടുക്കള ജോലി ചെയ്യില്ലേ? കുട്ടികൾ കിടന്ന് കരുന്ന് കണ്ടിട്ട്
ഇതുവരെ ശരിയാക്കിയില്ലേ? അയ്യോ, അന്നേ ലാബിൽ എന്റെ കറക്റ്റ് ചെയ്യാൻ മോനെ പറഞ്ഞതല്ലേ? ദേ, ഇതിലേക്ക് കണ്ണിൽ നാളെ എനിക്ക് വായ്പ യൂണിവേഴ്സിറ്റി വരുന്നു. പോകണം. ഫോൺ താഴെ നിങ്ങൾ വെക്ക്. അത് ആശുപത്രി തന്നെ ചെയ്താൽ മതി. ഡോക്ടർ അല്ലെങ്കിൽ വരുന്നവരെ പിന്നെ- കാത്തിരിക്കാൻ വയ്യ. മറന്നിട്ടില്ല അച്ഛാ. എനിക്കതൊന്നും മറക്കാൻ പറ്റുന്നില്ല. എല്ലാം എന്റെ ഓർമ്മയെ വേട്ടയാടുക. ഇതൊന്നും ആരും അറിയണ്ടെന്നാ വിചാരിച്ചത്. ഈ ഓർമ്മകളൊക്കെ എന്റെ കൂടെ അങ്ങ് ചത്തുപോയിക്കോട്ടെ. നിനക്ക് എന്തു പറ്റി മോനെ? നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. വേണ്ടമ്മേ, എനിക്കൊന്നും വേണ്ട. എനിക്ക് ആരെയും വേണ്ട. എന്നെ എന്റെ വഴിക്ക് പോവാൻ വിട്ടേക്കമ്മേ. പോടാ, പോയി തൊലയി പോ. എന്താ അമ്മ ഞങ്ങൾ ജനിച്ചോടനെ ഇവനെ അറുത്ത് മാറ്റാഞ്ഞത്? ഇപ്പൊ കണ്ടില്ലേ, എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല. ഞാനില്ലാതെ എനിക്ക് ഒരു അടി പോലും എടുത്തു വെക്കാൻ പറ്റില്ല. എക്സ്ട്രാ ഫിറ്റിങ്. എന്താ? ഏയ്, ഞാനില്ലെങ്കിൽ നീ വെറും മാംസ പിണ്ടോടാ. നിനക്ക് സ്വന്തമായിട്ട് ഹൃദയം ഉണ്ടോടാ? ഹാർട്ട്ലെസ് ഫെലോ. എന്താടാ ഈ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും വേറെ പിരിഞ്ഞു പോകാൻ വേണ്ടിയാണോ കഷ്ടപ്പെട്ട് വളർത്തിയത്? അവന്റെ വർത്തമാനം കണ്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും വെവ്വേറെ അല്ലടാ. ഒരു ജീവനാണ്, എന്റെ ജീവനാണ്, എന്റെ ജീവൻ. വെക്ക് വെക്ക്. ഓക്കേ, എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. ഹലോ, ഐ എം അഞ്ജലി. സർ, ഇദ്ദേഹമാണ് മിസ്റ്റർ അലക്സ്, ഇന്ത്യൻ എംബസി ഒഫീഷ്യൽ. മാഡം, ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. സാറ് സൈൻ ചെയ്യുകയാണെങ്കിൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉക്രൈനിലേക്ക് അയക്കാൻ കഴിയും. സമയം കളയാതെ ഈ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്ന് വേഗം ചെയ്യാമായിരുന്നു. എക്സ്ക്യൂസ് മീ. പോയാലേ ജോലി കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാനല്ലേ ഉള്ളൂ. പിന്നെ നിനക്ക് അവിടെ ജോലി എങ്ങനെ അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുക? അവളെന്റെ ഫ്രണ്ട് ആയിരുന്നു അമ്മേ. എന്തോന്ന് ഫ്രണ്ട്? ഇപ്പൊ ഞാൻ ഞാൻ പറയുന്ന അമ്മ കേക്ക്. എതിർത്ത് സംസാരിക്കുന്ന ആദ്യം ഒന്ന് നിർത്ത്. പ്ലീസ് അമ്മേ. പറയട്ടെ, ആ മദാമ്മയുടെ ഡെഡ് ബോഡി ഇപ്പോഴാണ് ടേബിളിലോട്ട് വന്നത്. പറ്റില്ലെങ്കിൽ നീ അതൊന്ന് പറഞ്ഞാ പോരാ. പറ്റില്ലെന്ന് എങ്ങനെ പറയുന്നത്? എന്തായാലും അവളുടെ വയറ് കീറാതെ പറ്റില്ലല്ലോ. അവളുടെ വയറ്റിൽ എന്താ ഉള്ളത്? ഒരു ചെറിയ പെൻഡ്രൈവ് ആണ്. സിം കാർഡ് ഇല്ലേ, അതുപോലെ തന്നെ ചെറുതാണത്. അത് പോലീസിന്റെ കൈ കിട്ടരുത്. അയ്യേ, ഇത് റിസ്ക് ഉള്ള മാറ്റർ ആണ്. എനിക്ക് 10,000 വേണം. എങ്ങനെയെങ്കിലും ശരിയാക്കാൻ നോക്ക്. അതെ, പറയുന്ന പോലെ വേണ്ട, വേണ്ട, ചെയ്താൽ അതൊന്നും നടക്കില്ല. എത്ര എന്ന് വെച്ചതാ. പിടിക്ക്, കാര്യങ്ങൾ വേഗം നടക്കണം. ചെല്ല്. അത് കിട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മുടെ കാര്യം ഒക്കെയാണ്. ഹലോ, വിമൽ, പറയാ അഞ്ജലി. വോൾഗഡ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? വോൾഗ മരിക്കുന്നതിന് മുമ്പ് പെൻഡ്രൈവ് വിഴുങ്ങിയിരുന്നുവെന്ന്. അത് എടുത്തോണ്ട് പോവാൻ ആരോ ട്രൈ ചെയ്യുന്നുണ്ട്. നീ വേഗം ഇവിടെ വാ. അഞ്ജലി, ഞങ്ങളുടെ കമ്പനിയുടെ സീക്രട്സ് ഒക്കെ അതിലുണ്ട്. തെറ്റായ ആൾക്കാരെടുത്തത് പോരുത്. നീ അത് എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഐ ട്രൈ. അമ്മേ, മോർച്ചിൽ നിന്ന് വോൾഗയുടെ ബോഡി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക. ഞാൻ അവിടെ പോയേ പറ്റൂ. എടാ, വാശി കളഞ്ഞിട്ട് രണ്ടുപേരും ഒന്ന് പോവാൻ നോക്ക്. അവനോട് കഴിക്കാൻ പറ. ഞാൻ ആഹാരം വേണ്ട. എന്നാ ഞാനും ഹോസ്പിറ്റലിൽ പോകുന്നില്ല.